ഉപ്പും മുളകും പരമ്പരയിലെ തമിഴത്തി പെണ്ണിനെ നിറഞ്ഞ മനസ്സോടെയാണ് മലയാള ടെലിവിഷൻ പ്രേക്ഷകർ സ്വീകരിച്ചത്. അതിസുന്ദരിയായി എത്തിയ കനകം ഉപ്പും മുളകിലും അതിഥി താരമായിട്ടാണ് വന്നുപോകുന്നതെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമാണ് താരത്തിനുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് കനകത്തെ പ്രേക്ഷകർ സ്വീകരിക്കാൻ ഉണ്ടായ പ്രധാന കാരണം ആ കഥാപാത്രം പ്രേക്ഷകരിൽ ചെലുത്തിയ സ്വാധീനം തന്നെയാണ്. കനകം എന്നാണ് താരത്തെ പ്രേക്ഷകർ വിളിക്കുന്നതെങ്കിലും യഥാർത്ഥ പേര് രോഹിണി രാഹുൽ എന്നാണ്. താരം സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രാരി രാരീരത്തിലൂടെ മിനി സ്ക്രീനിലേക്ക്. രോഹിണിയുടെ അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത് മകൻ റോഹന് 2 വയസ്സു മാത്രം പ്രായം ഉള്ളപ്പോഴാണ്. ആ പ്രായത്തിലും ആ സംഭവം അവനെ ഏറെ തളർത്തിയിരുന്നു. മോന് ഒരു മാറ്റം ആ സമയത്ത് അനിവാര്യം ആയതിനാലാണ് രാരി രാരീരത്തിൻ്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്. ഒരു മത്സരത്തിനായി പോയതല്ല, സെലക്ഷൻ ആകരുതേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തപ്പെട്ടു. അവസാനം ടൈറ്റിൽ വിന്നറുമായി. പരസ്യ ചിത്രങ്ങളിലേക്ക്. പിന്നെ കരിയറിൽ നടന്നത് എല്ലാം യാദൃച്ഛികം മാത്രമാണ്. ഒന്നിൽ കൂടുതൽ പരസ്യ ചിത്രങ്ങളിലാണ് പിന്നീട് എത്തിപ്പെട്ടത്. അതെല്ലാം കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. അങ്ങനെ അപ്രതീക്ഷിതമായി ഷോർട്ട് മൂവി തേൻ വരിക്കയിലേക്ക് എത്തുന്നത്. ഉപ്പും മുളകിലേക്കും എത്തിയത്. തേൻ വരിക്കയിൽ രോഹിണിയുടെ മോനായിട്ടാണ് കേശു എന്ന അൽസാബിദ് എത്തുന്നത്. രോഹിണി മനസ്സിൽ ഏറെ സ്നേഹിക്കുന്ന കേശുവിൻ്റെ അമ്മയാകാൻ കിട്ടിയ അവസരമായിരുന്നു അതിലൂടെ ലഭിച്ചത്. അവിടെ വെച്ചാണ് ബീനച്ചേച്ചി, കേശുവിൻ്റെ അമ്മ, രോഹിണിയോട് ഉപ്പും മുളകിലെയും ഓഡീഷനിൽ പങ്കെടുക്കാൻ പറയുന്നത്. ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയെങ്കിലും ബീനച്ചേച്ചി തന്ന ധൈര്യത്തിലാണ് താൻ വാഴക്കാലയിൽ ഓഡീഷനായി എത്തുന്നത്. സത്യത്തിൽ രോഹിണിയെ കനകം ആക്കിയത് ബീനച്ചേച്ചി തന്നെയാണ്. രോഹിണി ബ്രാഹ്മണ അല്ല, പക്ഷേ അഗ്രഹാരത്തിൽ ആണ് വളർന്നത്. അതുകൊണ്ട് തന്നെ തമിഴ് അറിയാം. MCA പഠിച്ചതെല്ലാം ചെന്നൈയിലാണ്. തമിഴ് ഭാഷ ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. രോഹിണി തന്നെയാണ് കനകത്തിന് ശബ്ദം നൽകുന്നത്. രോഹിണിയുടെ കുടുംബം. രോഹിണിയുടെ അച്ഛൻ അഡ്വക്കേറ്റായിരുന്നു, അമ്മ ഹെഡ്മിസ്ട്രസും, ഒരു സഹോദരൻ. രോഹിണിയുടെ ഭർത്താവ് രാഹുലാണ്, മകൻ രോഹൻ. രാഹുലിൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും തൻ്റെ കുടുംബത്തിൻ്റെയും പിന്തുണ കൊണ്ട് മാത്രമാണ് എല്ലാവരും അംഗീകരിക്കുന്ന കനകം വരെ വളരാൻ താരത്തിന് സാധിച്ചത്. Thank you for watching. Please subscribe and share.